നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ആവിയിൽ നല്ലൊരു പലഹാരം തയ്യാറാക്കിയെടുത്താലോ. ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് അരക്കപ്പ് തേങ്ങയാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് ശർക്കര ചീവിയത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത്രയും കട്ടിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെയുള്ള പാത്രത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നെയ്യ് തടവിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിത് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും മതിയാകും. ഒരു 1/4 പാത്രം അളവിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നന്നായി ഒന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഞാനത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഒരു അരമണിക്കൂർ നേരം മതിയാകും. മൂടി വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.